ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു, അതുകൊണ്ട് എക്സ്ക്യൂസ് മീ. രാവിലെ മുതൽ ഒരു എഡിറ്റിങ്ങും പിന്നെ ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ തൊഴാൻ പോയി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 8 hours ജേർണിയും എല്ലാം കൂടെ ആയപ്പം നല്ല ടയേർഡാണ്. സോ ഇന്നൊരു സെൽഫ് കെയർ ആവാമെന്ന് വിചാരിച്ചു. എൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾ നോക്കണ്ട, ഇത് ഞാൻ എണ്ണ തേക്കുമ്പോൾ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂമാണ്. ആദ്യം മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി വെക്കാം. ആദ്യം ഞാൻ ഫേസിലും ബോഡിയിലും ഓയിൽ ചെയ്തിട്ടേ ഹെയർ ഓയിൽ യൂസ് ചെയ്യുള്ളൂ. ആദ്യം മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി വെക്കാം. ഞാൻ ഫേസിലും ബോഡിയിലും ഓയിൽ ചെയ്തിട്ടേ ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്യുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞിലെ എൻ്റെ ഒരു വിചാരം, ഈ നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസിൽ മസാജ് ചെയ്താൽ ഇനി മുഖത്തൊക്കെ മുടി വരുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ശീലിച്ച് ഇപ്പോഴും ഞാൻ ആ ഒരു ശീലം കണ്ടിന്യൂ ചെയ്യാം. ഞാനിത് യൂസ് ചെയ്തത് ഇപ്പം നാൽപ്പാമരാതി എണ്ണയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ ഈ എണ്ണ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവേ ആയുർവേദ പ്രോഡക്ട്സിനോട് ഇച്ചിരി കമ്പം കൂടുതലാണ്. അത്യാവശ്യം നല്ലൊരു ടാൻ റിമൂവലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഓയിലുണ്ട്, ദിനേശ് വല്യാതി. അതും കോട്ടയ്ക്കൽ കിട്ടും. അത് നല്ല സ്കിൻ നല്ല ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. നാൽപ്പാമരാതിയാണ് പൊതുവേ ബ്രൈറ്റനിങ്ങിന് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ബ്രൈറ്റനിങ് ഇഫക്റ്റ് ദിനേശ് വല്യാതി തരുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ടാനൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാൽപ്പാമരാതി എണ്ണ യൂസ് ചെയ്യുന്നത്. ഇന്ന് പുതിയ കുപ്പി ഉദ്ഘാടനമാണ്. എൻ്റെ പഴയ കുപ്പി തീർന്നു. ഞാൻ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓയിലാണ്. ഇത് സെൻസ് നാച്ചുറൽസിൻ്റെയാണ്. ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല ഡാൻഡ്രഫൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട്, ശ്രീജ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് ഡോക്ടറുടെ എല്ലാം. നല്ലൊരു ക്രീമൊക്കെ ഉണ്ട്, അടിപൊളിയാണത്. ഞാൻ കുറേ നാളായിട്ട് ഡോക്ടറുടെ ഈ ഒരു ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഹെയർ ഗ്രോത്തും ഡാൻഡ്രഫും ഒക്കെ കുറയുന്നുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ കാച്ചുന്ന പോലെ തന്നെയാണ്. ഇതിനകത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡോക്ടറുടെ ഒരു കാജലുണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര തണുപ്പ് കിട്ടും. അതുമാത്രമല്ല, നമ്മൾ എഴുതുമ്പോൾ നല്ലൊരു എന്താ പറയുക, ചില സമയം നല്ല ഉറക്കമൊക്കെ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ക്രീം അത്യാവശ്യം ഭയങ്കര ഇഫക്റ്റീവാണ്. നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഇട്ടിട്ട് രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഈ മൊരി പോലെയൊക്കെ വരില്ലേ, അതൊക്കെ പെട്ടെന്ന് പോകും. എണ്ണ തേച്ചിട്ട് ഞാൻ ഈ ഒരു കോമ്പ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. ലില്ലിയുടെ ഭയങ്കര ചിലപ്പ് കേൾക്കുന്നുണ്ടല്ലേ. എനിക്ക് നീർക്കെട്ടിൻ്റെ ഇഷ്യൂ, ബാക്ക് പെയിനും ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ ഒരു 2 ദിവസം ഞാൻ ഈ ഒരു മസാജർ യൂസ് ചെയ്യാറുണ്ട്. ഇത് പഴയ ഫോണല്ല കേട്ടോ, ഇത് അതിൻ്റെ മെയിൻ യൂണിറ്റാണ്. ഇത് അഗാരോയുടെ മൾട്ടി ഫങ്ഷണൽ ടെൻസ് മസാജറാണ്. ആൾ ചെറുതാണെങ്കിലും ബെനിഫിറ്റ്സ് ചെറുതല്ല കേട്ടോ. നിങ്ങൾക്കും നടുവേദനയോ മുട്ടുവേദനയോ അതുപോലെ കഴുത്ത് വേദനയോ ആർത്രൈറ്റീസോ ഒക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതുപോലെ പീരിയഡ് പെയിൻ റെഡ്യൂസ് ചെയ്യാനും നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൽ 24 മസാജ് മോഡ്സും 20 അഡ്ജസ്റ്റബിൾ ഇൻറ്റൻസിറ്റി സെറ്റിങ്സും ഒരു 10 മുതൽ 60 മിനിറ്റ് വരെ അഡ്ജസ്റ്റബിൾ ടൈമറും നമുക്ക് സെറ്റ് ചെയ്യും. എനിക്കിതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്, ഇത് വളരെ ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും റിലാക്സ് ചെയ്യാൻ തോന്നിയാൽ നമുക്കിത് യൂസ് ചെയ്യാം. ട്രാവൽ ഫ്രണ്ട്ലിയാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടെൻസ് ടെക്നോളജി സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. നാച്ചുറലായിട്ട് നമ്മുടെ പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ മെഡിക്കേഷൻ. ഇതാണ് നമ്മൾ ബോഡിയിൽ ഫിക്സ് ചെയ്യേണ്ട പാഡ്. നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അതേപോലെ തിരിച്ചിങ്ങനെ വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡസ്റ്റൊക്കെ പിടിക്കും. ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ബട്ടണിലേക്ക് ആ ഒരു കേബിൾ ടക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക.
ഈ ഒരു മെയിൻ യൂണിറ്റ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് AB എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഡ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് ഏത് മോഡാണോ ഏത് സ്പീഡ് വേണമെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു ക്യാരി പൗച്ചും 3 പീസ് വയറും ഒരു USB കേബിളും കിട്ടും. ഏകദേശം 4 to 8 hours ഒരു ചാർജിൽ നിൽക്കും. 2 പീസ് ലാർജ് പാഡും 6 പീസ് മീഡിയം പാഡ്സും 2 പീസ് സ്മോൾ പാഡ്സുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് ഓപ്ഷൻ. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പിക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് നന്നായിട്ടൊരു പെയിൻ റിലീവറായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പ്രിക്കോഷൻസ് യൂസ് ചെയ്യാനുണ്ട്, അതും ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ട്രസ്റ്റ് മീ, ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഓർഡർ ചെയ്ത പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം അലമാരയ്ക്കകത്തൊന്ന് അടുക്കി പെറുക്കി വെച്ചു. ഞാനിപ്പോൾ ഈ വെച്ചൊരു പിങ്ക് ബോക്സ് 6 ഫങ്ഷനുള്ള ഒരു ഹെയർ ടൂളാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തില്ല, യൂസ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും ഓയിലൊക്കെ പിടിക്കാൻ ഒരു 1/4 മണിക്കൂർ എടുക്കുമല്ലോ. ഞാനപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വൈബ്രൻറ്റ് കളറുള്ള കപ്പ് എനിക്കൊരു കുട്ടി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ, നൗഫീന എന്ന് പറയുന്നത്. ആക്ച്വലി ആ കുട്ടി ചങ്ങനാശ്ശേരിയിലുള്ളതാണ്. ഞാൻ ഇത്രയും നാളും കോട്ടയത്തുണ്ടായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം ട്രിവാൻഡ്രത്തേക്ക് അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഇന്നലെ എന്നെ കാണാൻ വന്നപ്പോൾ ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ ആകാശത്തിൻ്റെ ഭംഗി നോക്കി നിന്നതാണ്. ഇത് നോക്കൂ, എന്തോ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടിരിക്കുന്നത് പോലെ. എനിക്ക് എൻ്റെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയയാണ് ഈ ഒരു ടെറസിൻ്റെ ഏരിയ. ഏറ്റവും മേളിൽ വേറൊരു ടെറസുണ്ട്. ഇതൊരു ചെറിയ ബാൽക്കണി പോലെ, പക്ഷെ നല്ല വൈബാണ് ഇവിടെ. രാവിലെ നോക്കിയാൽ അഗസ്ത്യാർകൂടമൊക്കെ കാണാൻ പറ്റും. ഓയിൽ കുറച്ച് കൂടുതൽ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഷാമ്പു ചെയ്ത് കളഞ്ഞു. പിന്നെ ബോഡിയിൽ ഓയിൽ ഇട്ടതുകൊണ്ട് ഞാൻ സോപ്പ് യൂസ് ചെയ്യുന്നില്ല, പകരം ഒരു സ്നാനച്ചൂർണ്ണം യൂസ് ചെയ്തു. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും യൂസ് ചെയ്തതിന് ശേഷം. അത്യാവശ്യം നല്ലൊരു സ്ക്രബിങ് ഇഫക്റ്റ് ഉണ്ട് ഇതിന്. ഇത് നമുക്ക് പാലിലോ വെള്ളത്തിലോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതിൻ്റെ സ്മെല്ല് മീൻസ് റോസ് വാട്ടറിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നോർമലി ഞാൻ എപ്പോഴും റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഗ്ലവ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്തു. ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിരുന്നു. അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് ഡെഡ് സ്കിൻസ് എല്ലാം പോയി സ്കിൻ നല്ല സോഫ്റ്റ് ആവും. ഞാൻ കുറച്ച് രാസ്നാദി എപ്പോഴും ഇടാറുണ്ട്, അല്ലെങ്കിൽ നീരിറങ്ങി എനിക്ക് ഭയങ്കര ഇഷ്യൂ ആണ്. കുളിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കറക്റ്റ് ഒരു 6:30 സമയം. അപ്പോൾ പിന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് എൻ്റെ പ്രാർത്ഥനാ കർമ്മങ്ങളിലേക്ക് കടന്നു.
ഇദ്ദേഹത്തിന് ഇച്ചിരി ഭക്തി കൂടുതലാണ് കേട്ടോ. കറക്റ്റ് 6:30 സമയമാകുമ്പം എവിടെയാണെങ്കിലും വിളക്ക് കത്തിക്കുന്നിടത്ത് എത്തിയിരിക്കും. പിന്നെ അമ്മയെ ഞാനും പ്രാർത്ഥിച്ച് എണീക്കുന്നത് വരെ അവളും കാണും അവിടെ. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഭഗവത്ഗീതയിലെ ഒരു പോയിൻ്റ് വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേജ് ഞാനങ്ങ് തുറക്കും. അപ്പോൾ ഏകദേശം എൻ്റെ അപ്പോഴത്തെ ചിന്താഗതിയും എൻ്റെ അപ്പോഴത്തെ എന്തെങ്കിലും വറീസും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെ ഭഗവാൻ അതിനകത്ത് കാണിച്ചു തരും. അത് കറക്റ്റായിട്ട് എപ്പോഴും എല്ലാ ദിവസവും അങ്ങനെ വരാറുണ്ട്. എനിക്ക് എന്തെങ്കിലും വിഷമമുള്ള സമയമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിനകത്ത് കാണും. ഇനി ഞാൻ ഞങ്ങളുടെ ഫാമിലിയിലെ പുതിയ മെമ്പറെ കാണിച്ചു തരാം. ഇതാണ് ആള്. ആക്ച്വലി ഇത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല. സായി അവന് കുറച്ച് മീൻ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ഇങ്ങോട്ട് നോക്കി നിൽപ്പുണ്ട്. ആള് ഭയങ്കര സുന്ദരനാണ് കേട്ടോ. ഞാൻ ലൈറ്റ് അടിച്ച് കാണിച്ചു തരാം. ശരിക്കും ഇവന് പീക്കോക്കിൻ്റെ കോമ്പിനേഷനാണ്. ഭയങ്കര ഷൈനിങ്ങും ബ്രൈറ്റ് കളറുമാണ്. ശരിക്കും അതിൻ്റെ ആ ഒരു നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അത്രയും ഭംഗി വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്നില്ല. ഞാനിതിൻ്റെ കളറ് കണ്ട് വീണു പോയതാണ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഈ ഒരു കളറുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ് ഞാൻ ഇട്ടത്. എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? ഈ ഒരു വീഡിയോയിൽ തന്നെ അതിനൊരു ക്ലൂ ഉണ്ട്. അപ്പോൾ ആരാ കറക്റ്റായിട്ട് പറയുന്നത് നോക്കട്ടെ. എന്തായിരിക്കും ഞാൻ ഇവനിട്ട പേര് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇവൻ്റെ പേര് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ. എല്ലാവരും സുഖമായിട്ടിരിക്കാം. ഇനി ഒരു നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ടേക്ക് കെയർ.